കാർ പോർച്ച് ഡിസൈൻ. നമ്മൾ വീട് പണിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരാഗ്രഹം കാണും, എനിക്ക് എൻ്റെ വീടിൻ്റെ കാർ പോർച്ച് അറ്റാച്ച്ഡായിട്ട് വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീടിൻ്റെ ഡിസൈൻ ചെയ്യാം, കാർ പോർച്ചിനെ കുറിച്ചൊക്കെ പിന്നീട് ചിന്തിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. തീർച്ചയായും അങ്ങനെയല്ല. നമ്മുടെ വീടിൻ്റെ കാർ പോർച്ച് അറ്റാച്ച്ഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ടാണ് പണിയുന്നതെങ്കിൽ പോലും കാർ പോർച്ചിൻ്റെ ഡിസൈനും അതിൻ്റെ സ്പേസ് അലോട്ട്മെൻറ്റും എല്ലാം തന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്തിരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വീടിൻ്റെ കാർ പോർച്ച് ഡിസൈൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ബെനു വർഗീസ്, വീട് വിചാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീടിൻ്റെ കാർ പോർച്ച്, അതായത് ആദ്യം നമുക്ക് നോക്കേണ്ടത് ഒരു കാർ പോർച്ച്, ഒരു സിംഗിൾ കാർ പോർച്ചിന് എത്ര സൈസ് വേണമെന്നുള്ളതാണ്. നമുക്ക് പല പല അളവിലുള്ള വണ്ടികളുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു സ്റ്റാൻഡേർഡ്, അതൊരു വലിയ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു കാർ പോർച്ചിൻ്റെ അളവ് വേണ്ടത് എന്ന് പറയുന്നത് 3 മീറ്റർ ബൈ 5 മീറ്ററാണ്. അതായത് 5 മീറ്റർ നീളം, 3 മീറ്റർ വീതിയാണ് നമുക്ക് വേണ്ടത്. ഒരു കാറ് പാർക്ക് ചെയ്യുന്നു, നമ്മൾ എരിച്ചിലൊന്നും അടിക്കാതെ നമുക്ക് പൂർണ്ണമായിട്ടും ഏറ്റവും നല്ല സേഫായിട്ട് കിടക്കാനുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരു കാർ പോർച്ചിൽ നമുക്കൊരു കാറും ഒരു 2 വീലറും കൂടെ വെക്കണമെങ്കിൽ ഒരു 3.5 മീറ്റർ ബൈ 5 മീറ്ററെങ്കിലും നമ്മൾ കാർ പോർച്ചിൻ്റെ സൈസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു 2 വണ്ടി ഇടാനുള്ള കാർ പോർച്ചാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ മിനിമം 6 മീറ്റർ ബൈ 5 മീറ്റർ സ്പേസ് നമ്മൾ കൊടുക്കണം. അതായത് 6 മീറ്റർ വീതി, അതോടൊപ്പം തന്നെ 5 മീറ്റർ നീളം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 2 വണ്ടികൾ ഒരു കാർ പോർച്ചിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വീടിനോട് അറ്റാച്ച് ചെയ്താണ് ഈ കാർ പോർച്ച് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു വാഹനം, അതോടൊപ്പം തന്നെ ഒരു 2 വീലർ നമ്മൾ പാർക്ക് ചെയ്യുന്നു. അതായത് ഒരു കാറും ഒരു 2 വീലറും പാർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു അവസരമാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അറ്റാച്ച്ഡ് കാർ പോർച്ചായിട്ട് വെക്കാം. എന്നാൽ 2 കാറ് പാർക്ക് ചെയ്യുന്ന ഒരു കാർ പോർച്ച് ആണെങ്കിൽ, നല്ല വീതിയുള്ള സ്ഥലമാണെങ്കിൽ മാത്രമേ നമ്മൾ വീടിനോട് അറ്റാച്ച് ചെയ്ത് അങ്ങനെ പണിയാറുള്ളൂ. ഇപ്പം ഞാനൊരു പ്ലാൻ കാണിക്കുന്നുണ്ട്. ഈ പ്ലാനിൽ നമ്മൾ നല്ല വീതിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ആ ലുക്ക് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ 2 കാർ പോർച്ച് അതായത് 2 കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ പോർച്ച് നമ്മൾ ഈ വീടിൻ്റെ ഡിസൈനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്നത് എന്ന് പറയുന്നത് കോൺക്രീറ്റ് കാർ പോർച്ചാണ്. കോൺക്രീറ്റ് കാർ പോർച്ച് ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു ധാരണ കാണും, നമ്മുടെ വീടിൻ്റെ കാർ പോർച്ച് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഭിത്തികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നമുക്ക് കുറവുണ്ടാകും എന്നുള്ളൊരു ചിന്തയുണ്ടാകും. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ വീട് പണിയാൻ വേണ്ടി ഒരു ആവറേജ് റേറ്റ് ഒരു 2500 രൂപ പെർ സ്ക്വയർ ഫീറ്റ് ആണ് എങ്കിൽ നമ്മളുടെ കാർ പോർച്ചിനും ആ സെയിം റേറ്റ് തന്നെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ എടുക്കുന്നുണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, ഈ കാർ പോർച്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് കോളവും ബീമും ഒക്കെ തന്നെ അധികമായിട്ട് വരുന്നുണ്ട്, ടൈലിങ് വരുന്നുണ്ട്, ഫ്ലോർ കോൺക്രീറ്റ് വരുന്നുണ്ട്, പെയിൻറ്റിങ് വരുന്നുണ്ട്, ഇലക്ട്രിഫിക്കേഷൻ, ലൈറ്റിംഗ് എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ക്വയർ ഫീറ്റിൽ ഒരു കോൺക്രീറ്റ് കാർ പോർച്ച് ആണെങ്കിൽ റേറ്റ് കുറയാനുള്ള ചാൻസസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റാച്ച്ഡ് കാർ പോർച്ച് ആണെങ്കിൽ അത് എത്ര ഏരിയ എടുക്കുന്നുണ്ടോ അത്രയും ഏരിയയുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് നമുക്ക് വരികയുണ്ടാവും. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ വീട്ടിൽ ഒരു കാർ പോർച്ചിൻ്റെ റേറ്റ് നമ്മൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാർ പോർച്ച് പണിയുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒത്തിരിയധികം വണ്ടികളുണ്ടെങ്കിൽ, അതായത് എനിക്കിപ്പോൾ ഒരു വണ്ടിയേ ഉള്ളൂ എങ്കിൽ എനിക്ക് അറ്റാച്ച്ഡ് കാർ പോർച്ചാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. നമുക്ക് ഒന്നോ അധികം വണ്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വണ്ടികളുണ്ടെങ്കിൽ നമുക്ക് ഒരു കാർ പോർച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത് പ്രായോഗികമായിരിക്കത്തില്ല. അതായത് 2 വണ്ടികൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അറ്റാച്ച്ഡ് കാർ പോർച്ച് ഒരിക്കലും പ്രായോഗികമായിരിക്കത്തില്ല. അപ്പം നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള കാർ പോർച്ചാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇനിയിപ്പോഴും ഒരു കാർ പോർച്ച് വീടിനോട് അറ്റാച്ചും, ഇനിയിപ്പോൾ വേറെ വണ്ടികളുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള കാർ പോർച്ച് വേണമെങ്കിലും നമ്മൾ ഡിസൈനിങ്ങിൽ ആദ്യം തൊട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ഡിസൈനിങ്ങിൽ സെപ്പറേറ്റ് കാർ പോർച്ചിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട് പണിതു, ഡിസൈനൊക്കെ ചെയ്തു, ഇത് കഴിഞ്ഞിട്ടാണ് കാർ പോർച്ചിൻ്റെ ഡിസൈനിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നതെങ്കിൽ പോലും വീടിൻ്റെ പൊസിഷനിങ് ഉള്ള സെറ്റ് ബാക്കുകളൊക്കെ തന്നെ നമുക്ക് കിട്ടാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വന്നിരിക്കാം. ഇനിയിപ്പോൾ കാർ പോർച്ചിൻ്റെ ഡിസൈനെ കുറിച്ച് പിന്നീട് ചിന്തിക്കുമ്പോൾ അടുത്തൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മുടെ വീട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടാകും, ഈ വീടിൻ്റെ മുമ്പിലായിരിക്കും നമുക്ക് കാർ പോർച്ച് പണിയേണ്ടത് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നല്ലതായിട്ട് ഡിസൈൻ ചെയ്ത് കൺസെപ്റ്റ് ചെയ്ത വീടിന് മറവ് വരാനുള്ള ചാൻസസ് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഭംഗി കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ സിറ്റ് ഔട്ട്. നമ്മൾ കാർ പോർച്ച് പിന്നെ പൊസിഷനിങ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് ഒക്കെ നോക്കുമ്പോൾ റൈറ്റ് എൻഡ് കോർണറിലാണ് നമ്മുടെ കാർ പോർച്ച് വരുന്നതെങ്കിൽ തീർച്ചയായും അതൊരു നെഗറ്റീവായിട്ട് വരും, അല്ലെങ്കിൽ ഒരു
ഡിസ്കംഫർട്ടായിട്ട് വരും. കാരണം വേറെ ഒന്നുമല്ല, നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഈ റൈറ്റ് എൻഡ് കോർണറിൽ പാർക്ക് ചെയ്ത അല്ലെങ്കിൽ ആ കാർ പോർച്ചിൽ പാർക്ക് ചെയ്ത് അവിടുന്ന് നമ്മൾ നടന്ന് ലെഫ്റ്റ് എൻഡ് കോർണറിലുള്ള സിറ്റൗട്ട് വരെ എത്തേണ്ടതായിട്ട് വരും. അത് പ്രായോഗികമായിട്ട് ഒത്തിരിയധികം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ കാർ പോർച്ചിൻ്റെ ഡിസൈൻ, അതിപ്പം അറ്റാച്ച്ഡ് ആയിക്കോട്ടെ എക്സ്റ്റേണൽ ആയിക്കോട്ടെ, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ കാർ പോർച്ച് ഡിസൈൻ നമ്മുടെ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ എടുത്ത് ആദ്യം തന്നെ നമ്മളുടെ റിക്വയർമെൻറ്റ്, അറ്റാച്ച്ഡ് കാർ പോർച്ചാണോ അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കാർ പോർച്ചാണോ, അതിൻ്റെ ഡിസൈൻ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നമ്മുടെ വീടിൻ്റെ ഡിസൈൻ ചെയ്യുന്നതിന് ഒരു രീതിയിലുള്ള ഒബ്സ്ട്രക്ഷനോ മറവോ നമ്മുടെ എക്സ്റ്റേണൽ കാർ പോർച്ച് ഉണ്ടാക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ വീട്ടിലേക്ക് നടന്നു കയറാനുള്ള കൺവീനിയൻസിൽ വേണം നമ്മൾ നമ്മുടെ കാർ പോർച്ച് ഡിസൈൻ ചെയ്യാൻ. അതോടൊപ്പം തന്നെ നമ്മളുടെ ഗവൺമെൻറ് റൂൾസ് പറയുന്ന സെറ്റ് ബാക്ക് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ കാർ പോർച്ച് ഡിസൈൻ ചെയ്യുക. ഇതോടൊപ്പം തന്നെ നമ്മളുടെ വീടിൻ്റെ ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റിൽ നമ്മളുടെ മോടി കൂട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാർ പോർച്ചസ് വേണം നമ്മൾ നമ്മുടെ വീടിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റേണൽ കാർ പോർച്ചുകൾ ആദ്യം തന്നെ അതിൻ്റെ സൈസ്, അതിൻ്റെ പൊസിഷന്, അതിൻ്റെ ഡിസൈനിങ് നമ്മൾ തീർച്ചയായും നമ്മൾ ചെയ്തിരിക്കണം. ഇനി നമ്മൾ ഏറ്റവും വലിയ ഫാക്ടർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ, നമ്മളുടെ പാത്ത് വേ ഡിസൈൻ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ഗേറ്റിൻ്റെ പൊസിഷൻ, നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ പൊസിഷൻ, നമ്മുടെ കാർ പോർച്ചിൻ്റെ പൊസിഷൻ, ഇതെല്ലാം തന്നെ അലൈൻ ചെയ്ത് വേണം നമുക്ക് വരാൻ വേണ്ടി. നമ്മുടെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി വേണം. നമ്മളുടെ വീടിൻ്റെ ഗേറ്റിൽ നിന്ന് എൻ്റർ ചെയ്ത് ഇതിൻ്റെ കാർ പോർച്ചിൻ്റെ എൻഡ് വരെ എത്തുന്ന ആ ഒരു പാത്ത് വേ, അതും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടിൻ്റെ ഡിസൈൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളുടെ എക്സ്റ്റേണൽ കാർ പോർച്ച് ആയിക്കോട്ടെ, അറ്റാച്ച്ഡ് കാർ പോർച്ച് ആയിക്കോട്ടെ, അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഡിസൈൻ ചെയ്ത് വേണം നമുക്ക് പോകാൻ വേണ്ടി. ഇനിയിപ്പോൾ എക്സ്റ്റേണൽ കാർ പോർച്ച് പണിയുമ്പോൾ ഏതൊക്കെ തരം കാർ പോർച്ചുകളുണ്ട്, അതിൻ്റെ ഡിഫറൻറ്റ് കോസ്റ്റിങ്ങും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമുക്ക് കോൺക്രീറ്റ് കാർ പോർച്ചുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീടിനോട് അറ്റാച്ച് ചെയ്ത് ചെയ്യുന്നതിൻ്റെ അത്ര തന്നെ നമുക്ക് എക്സ്പെൻസുകൾ നമുക്ക് വരാം. അതായത് ഏകദേശം നമുക്ക് ഒരു 2000 തൊട്ട് 2500 രൂപ പെർ സ്ക്വയർ ഫീറ്റാണ് നമ്മൾ കോൺക്രീറ്റ് കാർ പോർച്ചുകൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡിസൈൻ അനുസരിച്ചിരിക്കും. അതായത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാർ പോർച്ച് പണിയുകയാണെങ്കിൽ നമുക്ക് ഒരു 6 പില്ലേഴ്സ് അല്ലെങ്കിൽ 4 പില്ലേഴ്സ് എത്ര കാറിടാമോ അതനുസരിച്ച് നോക്കിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഏകദേശം ഒരു 2000 തൊട്ട് 2500 രൂപ പെർ സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് കാർ പോർച്ചുകൾക്ക് നമുക്ക് വരുന്നുണ്ടാവും. കോൺക്രീറ്റ് കാർ പോർച്ചുകളെക്കാട്ടിലും നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ കാർ പോർച്ചുകൾ പണിയുന്നത് കൂടുതലായിട്ടും വേറെ ഒത്തിരിയധികം മെറ്റീരിയൽസ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് നമ്പർ ഓഫ് കാറുകൾ കൂടുതൽ നമുക്ക് പാർക്ക് ചെയ്യാനുണ്ടാവും, വലിയ വലുപ്പമുള്ള കാർ പോർച്ചുകളായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്റ്റേണലി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പണിയുന്നത് നമ്മളുടെ കൺവീനിയൻസിനും അതുപോലെ തന്നെ റേറ്റ് കുറയ്ക്കാനുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഒത്തിരിയധികം പുതിയ മെത്തേഡ്സിലുള്ള കാർ പോർച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ടെൻസൈൽ റൂഫിംഗ് ആയിട്ടുള്ള കാർ പോർച്ചുകൾ. അത് നമുക്ക് വളരെ റേറ്റ് കുറച്ച് നമ്മുടെ കാർ പോർച്ചുകൾ നമുക്ക് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വളരെ അട്രാക്റ്റീവ് ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും ടെൻസൈൽ റൂഫിംഗ് കാർ പോർച്ചുകൾ. അടുത്ത് മൂന്നാമതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കോമൺ ആയിട്ടുള്ളത് നമ്മുടെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ കാർ പോർച്ചുകളാണ്. സ്റ്റീൽ ഫാബ്രിക്കേഷൻ കാർ പോർച്ചുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് സ്ക്വയർ ട്യൂബ് സെക്ഷൻസ്, ഐ സെക്ഷൻസ് ഒക്കെ വെച്ച് തന്നെ നമ്മൾ കാർ പോർച്ചിൻ്റെ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ ചെയ്യും. അതിന് മുകളിൽ നമ്മൾ റൂഫിംഗ് ഷീറ്റുകൾ നമ്മൾ ഇടുകയുണ്ടാവും. റൂഫിംഗ് ഷീറ്റുകൾ എന്ന് പറയുമ്പോൾ അതും 3 രീതിയിലുള്ള റൂഫിംഗ് ഷീറ്റുകളുണ്ട് പല ബഡ്ജറ്റിൽ. അതായത് GI ഷീറ്റുകളാണെങ്കിൽ നമുക്ക് ഒരു 60 രൂപ പെർ സ്ക്വയർ ഫീറ്റ് തൊട്ട് നമുക്ക് റൂഫിംഗ് ഷീറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ GI ഷീറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി GL ഷീറ്റുകളാണെങ്കിൽ, അതായത് അലൂമിനിയം പ്ലസ് സിങ്ക് കോട്ടഡ് ഷീറ്റുകളാണെങ്കിൽ നമുക്കൊരു 70 തൊട്ട് നമുക്കൊരു 80-90 രൂപ വരെയുള്ള റേഞ്ചിൽ നമുക്ക് കിട്ടും. ഇനിയിപ്പം പ്യുവർലി ഫുള്ളി അലൂമിനിയം ഷീറ്റുകളാണെങ്കിലും അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. പല കളറുകളിൽ പല ഡിസൈനുകളിൽ നമുക്ക് റൂഫിംഗ് ഷീറ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ നമുക്ക് പോളികാർബണേറ്റ് റൂഫിംഗ് ഉള്ള കാർ പോർച്ചുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിനും ഇതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള റേറ്റ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പല ഡിസൈൻസിൽ പല ഷേപ്സിൽ കർവ്ഡ് ഷേപ്പിലൊക്കെ തന്നെ നമുക്ക് പോളികാർബണേറ്റ് റൂഫിംഗ് കൊടുത്തുകൊണ്ടുള്ള കാർ പോർച്ചുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായിട്ടുള്ളതാണ് നമുക്ക് ഗ്ലാസ് റൂഫിംഗ് ഉള്ള ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള കാർ പോർച്ചുകൾ. ഗ്ലാസ് റൂഫിംഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച്
ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആദ്യമേ നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മളത് എപ്പോഴും ഒരു ലോങ് റണ്ണിൽ നല്ല ലുക്ക് കിട്ടുന്ന കാർ പോർച്ചുകളാണ് ഗ്ലാസ് റൂഫിംഗ് ഉള്ള കാർ പോർച്ചുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ സെക്ഷൻസോ സ്ക്വയർ ട്യൂബ് സെക്ഷൻസോ ഒക്കെ വെച്ചായിരിക്കും നമ്മളതിൻ്റെ ഫ്രെയിംസ് പണിയുന്നത്. പക്ഷേ നമുക്കതിൻ്റെ റൂഫിംഗ് വരുമ്പം ഗ്ലാസ് റൂഫിംഗ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അടുത്തതായിട്ട് കാർ പോർച്ചുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഫൈബർ ബോർഡുകൾ. വിവിധ തരം ബോർഡുകൾ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്വയർ ട്യൂബ് കാർ പോർച്ച് ആയിക്കോട്ടെ, ഏത് കാർ പോർച്ച് ആണെങ്കിൽ തന്നെയും റൂഫിംഗ് ഷീറ്റിന് പകരം നമ്മൾ ഫൈബർ ബോർഡുകൾ നമ്മൾ യൂസ് ചെയ്യും. പലതരം രീതിയിലുള്ള ബോർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ബോർഡുകൾ യൂസ് ചെയ്തിട്ടുള്ള കാർ പോർച്ചുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ഇപ്പം GA ഷീറ്റ് കൊണ്ടായിക്കോട്ടെ, GL ആയിക്കോട്ടെ, അലൂമിനിയം ഷീറ്റുകളായിക്കോട്ടെ, നമ്മൾ ഫൈബർ ബോർഡുകളായിക്കോട്ടെ, ഗ്ലാസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു 750 രൂപ മുതൽ 1000-1250 രൂപ റേഞ്ചിൽ നമുക്ക് നമ്മുടെ കാർ പോർച്ചുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വളരെ മോഡേൺ കൺസെപ്റ്റിൽ അല്ലെങ്കിൽ മോഡേൺ ഹോംസിലൊക്കെ വരുന്ന ഒരു കാർ പോർച്ചാണ് സോളാർ ഇൻറ്റിഗ്രേറ്റഡ് കാർ പോർച്ചുകൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്വയർ ട്യൂബോ ഐ സെക്ഷൻസോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കോളംസോ ഒക്കെ വെച്ചിട്ടുള്ള കാർ പോർച്ചുകളാണെങ്കിൽ പോലും അതിൻ്റെ റൂഫിങ് സോളാർ പാനലുകൾ കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. അത് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം നോക്കണം, നമ്മൾ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്പേസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫുൾ ടൈം സൂര്യപ്രകാശം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കിട്ടുന്ന ഒരു സ്പേസ് ആയിരിക്കണം നമ്മൾ കാർ പോർച്ചിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒത്തിരി മരങ്ങളുടെയൊക്കെ തണലുകളൊന്നും വരാത്ത ഏരിയ വേണം നമ്മൾ കാർ പോർച്ചിൻ്റെ സ്പേസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ സോളാർ പാനലുകൾ റൂഫിൽ നമ്മൾ ഇട്ടുകൊണ്ട് നമ്മൾ സോളാർ ഇൻ്റഗ്രേറ്റഡ് കാർ പോർച്ചുകളും നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ കാർ പോർച്ചിൻ്റെ ഡിസൈൻ, അതായത് നമ്മുടെ കാർ പോർച്ച് അറ്റാച്ച്ഡ് ആയിക്കോട്ടെ ഇനിയും സെപ്പറേറ്റഡ് ആയിക്കോട്ടെ, അത് എങ്ങനെ ചെയ്യണം, അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഏതൊക്കെ മെറ്റീരിയൽസ് ഉള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർ പോർച്ചുകൾ ഉണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. എന്ത് തന്നെയാണെങ്കിലും നമ്മളുടെ വീടിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കാർ പോർച്ചിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കണം. അല്ല എങ്കിൽ നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കണ്ടുവരുന്നത് നമ്മൾ കാർ പോർച്ച് പിന്നീട് എന്തെങ്കിലും ഡിസൈനെക്കുറിച്ച് ചിന്തിക്കും, അത് വീടിന് വളരെ അഭംഗി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വീടിന് മറവുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ യൂസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മളുടെ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളുടെ അറ്റാച്ച്ഡ് കാർ പോർച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള കാർ പോർച്ച് ആയിക്കോട്ടെ ആദ്യം തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുക. വീട് സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട്. വീട് വിചാരം. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.